ഇന്ന് ഞങ്ങളൊരു ഈവനിംഗ് വാക്കിന് പോയി. ഇത് നോവയുടെ സൈക്കിളാണ് കേട്ടോ. നോവയ്ക്ക് സെക്കൻഡ് ബർത്ത്ഡേക്ക് അവന്റെ അപ്പാപ്പ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ സൈക്കിൾ. ആൻഡ് ദിസ് വാസ് ഹിസ് ഫേവറേറ്റ് ആക്ടിവിറ്റി. അവൻ സൈക്കിൾ ചവിട്ടാനായിട്ടില്ല, കാലെത്തത്തില്ല കുട്ടിക്ക്. അതുകൊണ്ട് ആശം ബിൽഡപ്പ് ഒക്കെ കൊടുത്ത് ചുമ്മാ ഇരിക്കുവാണ്. ഒരു ഒട്ടുമിക്ക ഡേയ്സും ഈവനിംഗ് ടൈം ആകുമ്പോൾ നോവ കൂടെ സൈക്കിൾ കയറിയിരിക്കും. എന്നിട്ട് പിന്നെ ആക്ഷൻസ് ആണ്, മമ്മ പോകാം എന്ന് കാണിച്ച്. അപ്പൊ എനിക്ക് വരുന്ന ടൈമിൽ ഞാൻ അവനെ ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. നമ്മളിപ്പോ പോകുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ പറമ്പിലേക്കാണ് കേട്ടോ. ഇവിടെ വീടിന്റെ അടുത്തുള്ള കുറച്ച് ആളുകൾ മാത്രം വരാറുള്ളൂ. സോ കുട്ടികളായിട്ടൊക്കെ നമുക്ക് ഇവിടെ വരാനായിട്ട് ഓക്കെയാണ്. സോ യെസ്, ദിസ് ഈസ് അവർ ലിറ്റിൽ പറമ്പ്. മിക്ക ഈവനിങ്സിലും ഞങ്ങൾ ഇവിടെ വരാറുണ്ട് കേട്ടോ, ടു ഗെറ്റ് സം ഫ്രഷ് എയർ ആൻഡ് ഓൾ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നോവ ഹി ജസ്റ്റ് കീപ്സ് റണ്ണിങ് അറൗണ്ട് ലൈക്ക് ഇറ്റ്സ് ഹിസ് ഓൺ ലിറ്റിൽ വേൾഡ്. ചില സമയത്ത് ഓടി വീഴാറുണ്ട്, ബട്ട് ദെൻ ഹി ലവ്സ്, എന്നിട്ട് പിന്നെ ഓടും. ഒട്ടുമിക്ക ആളുകളും ഇവിടെ ജോഗിങ്ങിനും വാക്കിങ്ങിനൊക്കെ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനെ വണ്ടികളൊന്നും ഉണ്ടാകാറില്ല. സോ കുട്ടികൾക്ക് ഓടി കളിക്കാനൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. ഞാനും അമ്മക്കുട്ടിനും കൂടി ഇവിടെ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. ജോഗിങ് ആണെന്ന് വെച്ചാൽ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. അമ്മ എവിടെ ഓടിപ്പോവാന്ന് അവന്റെ വിചാരം. അങ്ങനെ ഇന്നത്തെ വാക്കിംഗ് പരിപാടിയെല്ലാം അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാന്ന് തീരുമാനിച്ചു. ഈ ബാസ്ക്കറ്റിൽ കിടക്കുന്ന നോവക്കൂട്ടം പറമ്പിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ഫ്ലവേഴ്സ് ആണ് കേട്ടോ. അതൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുക. ഇത് കണ്ടോ, നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയുള്ളതാ. ഇത് പോത്തോസിനത്തിൽ പെട്ടതാണ്. നമ്മുടെ സാധാരണ മണി പ്ലാന്റ്സിന്റെ ഡബിൾ ഓർ ട്രിപ്പിൾ സൈസ് ആകും ഇതിന്റെ ലീവ്സ്. ഇത് നമ്മുടെ അരുവിയുടെ സൈഡിലും കണ്ടോ പോത്തോസ് പിടിച്ചു നിൽക്കുക. ഞാൻ മിക്കപ്പോഴും നോവനെ വീടിന്റെ അകത്ത് തന്നെ ഇരുത്താതെ പുറത്തേക്കൊക്കെ ഇറക്കി കളിപ്പിക്കാറുണ്ട്. കുട്ടികളെ നേച്ചറായിട്ടൊക്കെ ഇടപെടണമെന്നാണ് എന്റെ ഹസ്ബൻഡ് പറയാറുള്ളത്. ഇതാണ് അവരുടെ ഒരു ചൈൽഡ്ഹുഡിന്റെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റും. അപ്പൊ അത്രയുള്ളൂ കേട്ടോ. See you in another video. Till then, bye.